സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രിയ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ പകൽക്കാലം ഇവിടെ കടന്നു വരുവാൻ ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവത്തോട് ഒരുമിച്ചോ കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന വിലയേറിയ സാവകാശത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സന്തോഷയ്ക്ക് ഇവിടെ ക്ഷണിച്ച കർത്താവദാസൻ വിശ്വഭാഷണ കുടുംബത്തെയും ഇവിടെ ആയിരിക്കുന്ന പ്രിയ കർത്താവദാസന്മാരെയും അല്ലെങ്കിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വരാൻ അറിയിച്ച ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിന്റെ സ്നേഹനിരത്തെ അറിയിച്ചുകൊള്ളുന്നു. സമയം മുമ്പിൽ ഏറെയില്ല, നമുക്ക് പെട്ടെന്ന് വചനത്തിലേക്ക് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന മനോഹരമായ ചിന്തകളിലേക്ക് കിടക്കാം. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നൊരു മനോഹരമായ ചിന്ത അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളിവിടെ ദൈവത്തെ നല്ലതുവണ്ണം നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും അതിനനുസരിച്ചുള്ള രീതിയിലോ വളരെ നല്ല മനോഹരത്വത്തോടെ ദൈവത്തെ ആരാധിക്കാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമ്മെ സഹായിച്ചു, നമ്മെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. സ്തോത്രം. ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ആത്മാവ് സ്തോത്രം അപ്പോസ്തലനായ പൗലോസിന് കൊടുത്ത ഒരു ആഴമേറിയ ചിന്ത എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ. ഈ നമ്മുടെ ഇന്ന് പൊതുവെ നമ്മുടെ ക്രിസ്ത്യകോളത്തില് ആരാധനയ്ക്ക് പലവിധമായ രീതികളുണ്ട്. സ്തോത്രം. നമ്മുടെ നാട്ടിലെടുക്കുവാണെങ്കിലും ആരാധനകളൊക്കെ പല രീതിയിലാണ്. ഓരോ കൂട്ടായ്മകൾ ഒരു പുതിയ സ്തോത്രം നിലവാരത്തിലേക്ക് ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കണ്ടുവരുന്ന നോൺ സ്റ്റോപ്പ് വർഷിപ്പ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങി രാത്രി 9 മണിക്ക് തീർക്കുക. വരിക, സ്തോത്രം. വളരെ തുള്ളിച്ചാടി അവരെ ശരീരം കൊണ്ട്, അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ട് എത്രത്തോളം അവരുടെ ശരീരം ഇളക്കി എങ്ങനെയൊക്കെ ദൈവത്തെ സ്തുതിക്കാമോ മഹത്വപ്പെടുത്താമോ ആ രീതിയിലൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ സ്തോത്രം വളരെ തുള്ളിച്ചാടി ഹട്ട കത്തിച്ച് വളരെ സ്തോത്രം വലിയ സൗണ്ട കേട്ട് അടുത്തിരിക്കുന്ന കസാരയൊക്കെ വലിച്ചറിഞ്ഞ് അടുത്തിരിക്കുന്ന മോത്തൊക്കെ അടിയൊക്കെ കൊടുത്ത് നിലത്ത് കിടന്ന് ഉരുണ്ട് തിരിച്ചു പോകുന്നത് ഒരു മഹാകോലത്തില്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയുള്ള ആരാധന രീതികളും നമ്മുടെ നാട്ടില് പൊതുവെ നടക്കാറുണ്ട്. സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. സ്തോത്രം ഹല്ലേലൂയ. ഈ ശരീരം സ്തോത്രം കർത്താവ് ഈ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്തു, എന്താക്കിയിരിക്കുന്നു, ഇപ്പൊ ഏത് നിലയിലായിരിക്കുന്നു, നാളെ എന്തായി തീരുന്നു എന്നതിനെ കുറിച്ച് ഒരല്പസമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആഴമേറിയ ചിന്ത നിങ്ങളുടെ മധ്യ വെച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസിന് വലിയൊരു വെളിപ്പാട് കിട്ടി. സ്തോത്രം ഹല്ലേലൂയ. ഈ ശരീരം എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പൗലോസ് പറഞ്ഞതിന്റെ വലിയൊരു പൊരുളാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്. പത്രോസിന്റെ ലേഖനം 1-ാം ലേഖനം അതിന്റെ 2:24 ഒന്ന് വായിച്ചേ. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. വളരെ മനോഹരമായ ഒരു ആഴമേറിയ ചിന്ത അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്. പാപസംബന്ധമായി ഈ ശരീരം എന്ത് ചെയ്യപ്പെട്ടു? മരിച്ചു. സ്തോത്രം. പാപസംബന്ധമായി മരിച്ചിട്ട് പുത്രൻ നിമിത്തം പിതാവായ ദൈവത്തിന് നീതിയായി തീരേണ്ടതിന് ഈ പാപശരീരത്തെ, നമ്മുടെ ഈ പാപശരീരത്തെ, പാപമറിയാത്തവൻ, പാപമായിട്ടൊരു ബന്ധമില്ലാത്തവൻ, പരിശുദ്ധനായവൻ അവന്റെ ശരീരത്തില് ഈ പാപശരീരത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് യാഗമായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. നോക്കുക, ഈ ശരീരത്തിന്റെ പ്രത്യേകത, നമ്മൾ പാപത്തിലാണ് ജനിച്ചത്, നമ്മൾ പാപത്തിലാണ് വളർന്നത്, നമ്മുടെ ശരീരം പാപഭംഗിതമായിരുന്നു. എന്നാൽ ഈ പാപ ശരീരത്തെ പരിശുദ്ധനായവൻ തന്റെ ശരീരത്തിൽ വഹിച്ചു, എന്നിട്ട് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് യാഗമായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ഈ ശരീരത്തെ കുറിച്ച് പഠിച്ചാൽ ഹല്ലേലൂയ കർത്താവായ യേശു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ത്യാഗ നിർമ്മയമായ ഒരു അനുഭവമുണ്ട്. ആദ്യം നമ്മുടെ ജീവിതത്തില് കർത്താവ് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീരുന്നതിന് സമയത്ത് അതിനേക്കാൾ മുമ്പേ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയൊരു ത്യാഗ നിർഭയമായ ഒരു അനുഭവമുണ്ട്. സ്തോത്രം. അതിന്ന് പകൽക്കാലം നാം ചിന്തിക്കണം.
സ്തോത്രം. അല്ലേ, അത് അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയ വലിയൊരു വെളിപ്പാടാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചേ. യേശു നമുക്ക് എന്തായി? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെ, അപ്പൊ ആ പരിശുദ്ധനായ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ആദ്യം ചെയ്ത വലിയൊരു ത്യാഗമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി എന്താക്കി? പാപമാക്കി തീർത്തു. സ്തോത്രം. ആശ്ചര്യമായിരിക്കുന്നു. ദൈവം മനുഷ്യന് വേണ്ടി പാപമായി തീരുകയോ, അല്ലെ? ഹല്ലേലൂയ. നാം ചുമക്കുന്ന, നാം വിളിച്ചു പറയുന്ന ഹല്ലേലൂയ ഈ ജീവൻ, നാം സേവിക്കുന്ന, നാം സ്നേഹിക്കുന്ന ഈ ജീവനുള്ള ദൈവമല്ലാതെ മറ്റൊരുവനും ഈ ലോകത്തിലില്ല. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ ജനത്തെ വിലയ്ക്ക് വാങ്ങുവാൻ ഹല്ലേലൂയ ദൈവികമായ ആ പദ്ധതിയിലേക്ക് ഹല്ലേലൂയ ആ നിത്യമായ ഭവനത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ തന്റെ പുത്രനായ യേശു ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി അവൻ ആദ്യം ഹല്ലേലൂയ അവന്റെ പരിശുദ്ധമായ ശരീരത്തെ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. സ്തോത്രം. എന്നിട്ടാണ് ഈ പാപശരീരമായ നമ്മെ അവന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ യാഗമായി തീർന്നത്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഈ ശരീരത്തിന് ഹല്ലേലൂയ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന് ഹല്ലേലൂയ തന്റെ പരിശുദ്ധമായ ശരീരത്തിൽ നമ്മുടെ ശരീരത്തെ വഹിച്ചുവെങ്കിൽ ഈ ശരീരം ഹല്ലേലൂയ ഇപ്പോൾ യേശുക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധത്തിൽ ഇരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശരീരം എന്തിനുള്ളതല്ല, എന്തിനുള്ളതാണ്? എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനുള്ളതല്ല, പിന്നെയോ കർത്താവിനുള്ളതത്രേ. സ്തോത്രം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? ഇനി മഹത്വപ്പെടുത്തണം. സ്തോത്രം. ഈ ശരീരത്തിന് ഇനി കൊടുക്കേണ്ട മാത്രം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ഇനി ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ദുർനടപ്പ് നിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ വഹിപ്പാൻ പാടില്ല. കാരണം ഇതിന് കർത്താവ് കൊടുത്ത വില അല്ലെ ഇനി ലോകത്തിൽ മറ്റാർക്കും പകരം വെക്കാൻ കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ശരീരം ദുർനടപ്പിനുള്ളതല്ല, പിന്നെയോ കർത്താവിനുള്ളതത്രേ. അതുകൊണ്ടാണ് പൗലോസ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ ഗലാത്യ ലേഖനം എടുക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പൗലോസ് പറയുന്നു ഹല്ലേലൂയ ഞാനോ ഇതാ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശരീരം ഇനി എന്തിനുള്ളതല്ല? ദുർനടപ്പിനുള്ളതല്ല, ഇതിനോ ഈ ശരീരം കർത്താവിനുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നു ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ഈ ശരീരത്തിന്റെ അവയവവും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ് കിടക്കുന്നത്. സ്തോത്രം. അതേ അധ്യായത്തില് 15 വായിച്ചാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നില്ലയോ എന്ന് അറിയുന്നില്ലയോ? സ്തോത്രം. അതിന് പൗലോസ് ചോദിക്കാം. ഇതേ പൗലോസ് റോമാലേഖനം 6-ാം അധ്യായം വരുമ്പോൾ 13, 14, 15 പറയുന്നുണ്ട് ഇനി ഈ അവയവങ്ങൾ എന്ത് ചെയ്യരുത്. വായിച്ചാണ്. ആകിയാൽ പാപം നിങ്ങളുടെ മധ്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാടരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് നീതിയുടെ ആയുധങ്ങളാൽ ദൈവത്തിന് സമർപ്പിക്കും. സ്തോത്രം. കാരണം എന്താ? ഈ ശരീരത്തിന്റെ അവയവം യേശുക്രിസ്തുവിന്റെ അവയവമായി എന്തെപ്പെട്ടിരിക്കുന്നു? ബന്ധപ്പെട്ടു കിടക്കുന്നു. കാരണം ഈ പാപശരീരത്തെയാണ് തന്റെ പരിശുദ്ധനായ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് കാൽവരി ക്രൂശിന്മേൽ യാഗമായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ യാഗത്തോട് കൂടിയാണ് നമ്മൾ ആ അടിപ്പിണരോട് കൂടിയാണ് ഈ ശരീരത്തിന് എന്തുണ്ടായത്? ഒരു സൗഖ്യമുണ്ടായത്. സ്തോത്രം. ഇന്ന് സൗഖ്യത്തോടും ബലത്തോടും ആരോഗ്യത്തോടും ആയുത്തോടും ഇരിക്കുന്നുവെങ്കിൽ ആ കർത്താവ് നമുക്ക് ചെയ്ത വലിയൊരു അതിലെ ത്യാഗനിർഭയമായ അനുഭവത്തോടുള്ള ബന്ധത്തിലാണ് ഇന്ന് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരം ഈ ദുർനടപ്പിനുള്ളതല്ല, പിന്നെയോ ഈ ശരീരം ദൈവത്തിന്റെ മഹത്വത്തിനുള്ളതാണ്. സ്തോത്രം. ഇനി ഈ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ത് ചെയ്യരുത്? അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ പ്രസാദം വരുമാറ്, ദൈവത്തിന് മഹത്വം ലഭിക്കുമാറ് ഈ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ആർക്ക് സമർപ്പിക്കണം?
നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന അത് നമ്മുടെ ജീവനുള്ള ദൈവത്തിന് സമർപ്പിക്കണം. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പിന്നെ ഈ ശരീരത്തിന്റെ ഒരു പ്രത്യേകത, യേശുക്രിസ്തുവിന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു അനുഭവം. അതിന്റെ 19ാമത്തെ വാക്യം വായിച്ചാൽ, 19 അല്ല 17. കർത്താവിനോട് പറ്റിച്ചു വരുന്നവനോ അവനുമായി ഏകാത്മാവാകും. അവനുമായി ഏകാത്മാവാകും എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തോത്രം. യേശുവിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവിന്റെ നിറവ് തന്നെയാണ് നമ്മളിൽ ഉള്ളത്. സ്തോത്രം. യേശുവിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവിന്റെ ശക്തിയാണ് നമ്മളിലും ഉള്ളത്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ അല്പശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, അനാഥരായി കൈവിടുകയുമില്ല. സ്തോത്രം. ഞാൻ കടന്നു പോകുന്നു എങ്കിലും ഞാൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്നില്ല. പക്ഷേ അത് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ കാര്യത്തിന് ഒരു പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. അതേ കാര്യത്തിന് പരിശുദ്ധാത്മാവിനെ അയച്ച കർത്താവ് പൗലോസ് ലേഖനം എഴുതുമ്പോ 1 തെസ്സലോനിക്കർ എടുക്കേണ്ട അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അത് ആത്മാവിനെ കെടുത്തരുത്. ആത്മാവിനെ എന്ത് ചെയ്യരുത്? കെടുത്തരുത്. സ്തോത്രം. സകലതും ശോധന ചെയ്ത് എന്ത് ചെയ്യണം? നല്ലതും മുറുകെ പിടിച്ചുകൊണ്ട് സകലവിധ ദോഷവും വിട്ട് അകലണം. സ്തോത്രം. ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സകലതും എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ആത്മാവിനെ കെടുത്താതിരിക്കണമെങ്കിൽ സകലതും ശോധന ചെയ്യണം, നല്ലതും മുറുകെ പിടിക്കണം, സകല ദോഷവും വിട്ട് അകലണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേറൊരു ഭാഗത്ത് പൗലോസ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അത് ഈ ലോകത്തിലല്ല, വരുവാനിരിക്കുന്ന ലോകത്തിലും ആ പാപം ചെയ്യില്ല, ക്ഷമിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം യേശുക്രിസ്തുവുമായിട്ടുള്ള ഏകാത്മാവിന്റെ ബന്ധത്തിൽ കിടക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഈ ശരീരം കൊണ്ട് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. സ്തോത്രം. പിന്നെ ഈ ശരീരത്തിന്റെ ഒരു പ്രത്യേകത അല്ലെ, നമ്മൾ സാധാരണയൊക്കെ നമ്മുടെ ചിന്തയിൽ വരുന്നതും നമ്മൾ അവിടെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയുന്നത് നമ്മൾ ദൈവമക്കളാണ്, വിശ്വാസികളാണ്, അതൊക്കെ അഭിമാനത്തോടും സന്തോഷത്തോടും നമ്മൾ പറയും. പക്ഷെ വ്യക്തിപരമായ നമ്മുടെ വ്യക്തിത്വം കർത്താവുമായിട്ടുള്ള ബന്ധത്തിലോ ആ ക്രൂശിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിലോ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന അനുഭവത്തോടുള്ള ബന്ധത്തിലോ നമ്മുടെ ശരീരം, നമ്മുടെ വ്യക്തിത്വം എടുക്കുമ്പോൾ നമ്മൾ ആരാണ്? അതിന്റെ 19ാമത്തെ വാക്യം വായിച്ചാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്താങ്ങൾക്കുള്ളവരല്ല. അറിയുന്നില്ലയോ? സ്തോത്രം. നോക്കാം, നമ്മൾ ആരെന്നാ? പിതാവിന്റെ മന്ദിരമാണ് അല്ലെ, അവന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. മാത്രമല്ല, നാം നമുക്ക് സ്വന്തമല്ലെന്ന, നമുക്ക് അവകാശം പറയുവാൻ ഒന്നും ഈ ശരീരത്തിൽ ഇല്ലെന്ന. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, എനിക്ക് എന്തെങ്കിലും പ്രശംസിപ്പാൻ ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി, ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിലുള്ള യാഗമായി തീർന്ന ആ കാൽവരിയിലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ മറ്റൊന്നുമില്ല. അപ്പൊ ഈ ശരീരം എന്താ? എനിക്ക് സ്വന്തമല്ല, നമുക്ക് സ്വന്തമല്ല. കാരണം അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾക്ക് എന്തല്ല? സ്വന്തമല്ല എന്ന് അറിയുന്നില്ലയോ? വലിയൊരു ആത്മീയ മർമ്മമാണ് അല്ലെ നമ്മുടെ പൗലോസിന് ലഭിച്ചത്. കാലം നമ്മൾ ഓർത്തുകൊള്ളണം. നാളെ ഇന്നും നാളെയും മറ്റന്നാൾ നമ്മൾ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് വാക്കാലം നമുക്ക് ഈ സ്വന്തം ശരീരത്തെ വിവേചിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വാക്കാലം മുതൽ ദൈവം വലിയ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഇനി നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ, ഇനി നാം നമുക്ക് സ്വന്തമല്ല, നമ്മുടെ ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവൻ. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. സ്തോത്രം. ഇതേ അനുഭവത്തെ കുറിച്ച് നമ്മള് സ്തോത്രം അതിന്റെ 3-ാം അധ്യായം 1 കൊരിന്ത്യർ 3:16-17 ഒന്ന് വായിച്ച്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മുടെ കർത്താവിന്റെ വരവിക്കലോളം നമ്മൾ എത്രത്തോളം സൂക്ഷിക്കേണ്ടവരാണെന്ന് ഇന്ന് പകൽക്കാലം സ്തോത്രം ഇതിന് വിശുദ്ധയും വേർപാടോട് എത്രത്തോളം സൂക്ഷിക്കേണ്ടതാണെന്ന് ഇന്ന് പകൽക്കാലം നാം സ്വയം വിജയം തിരക്കണം. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ
പാടുന്നില്ല പ്രത്യാശയുടെ ഗാനങ്ങളാണ്. സ്തോത്രം അല്ലെ. കർത്താവിന്റെ വരവിനെ കുറിച്ചും അത് പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം സന്തോഷമുണ്ട്. അത് പാടുമ്പോൾ മറ്റ് ഏതൊരു പാട്ട് പാടുന്നതിനേക്കാൾ എത്രയോ ഉപരി ആത്മാവിന്റെ ഒരു പ്രത്യേക അനുഭവമാണ് ഈ പ്രത്യാശ ഗാനം പാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രത്യാശ ഗാനം പാടുന്നത്? നാം പ്രിയം വെച്ചിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല, പിന്നെയോ വരുവാനിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ലോകത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ വലിയ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുമ്പോൾ നമുക്ക് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വലിയൊരു സന്തോഷം ഉണ്ടാകുന്നത്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഈ ശരീരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അല്ല ഇനി ഈ ശരീരം എന്താകാനുള്ള അല്ലെ? അങ്ങനെ വിശുദ്ധിയും ഏർപ്പാടോടും കൂടെ ഈ ശരീരത്തിന് ദൈവത്തിന് മഹത്വമായി നാം സൂക്ഷിക്കുമ്പോൾ ഈ ശരീരത്തിൽ ഇനി നടക്കേണ്ട പ്രവൃത്തിയാണ് അതിപ്രധാനമായ വിഷയം. അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ നമ്മൾ ആയിരിക്കണം. സ്തോത്രം. എന്റെ സമയം അടുത്ത് വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി വിശദീകരണമില്ല. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18 വായിച്ചേ. ഫിലിപ്പിയർ 21 വായിച്ചേ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നോക്കണേ, ഈ താഴ്ചയുള്ള ശരീരത്തെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന കാലത്തോളം ഈ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടു കൂടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. പറയുമ്പോൾ സ്തോത്രം പറയാറില്ല. നമ്മളിത് കേൾക്കുമ്പോ സ്തോത്രം പറയേണ്ടത്. സ്തോത്രം. ഇതല്ലേ യാഥാർത്ഥ്യം. ഈ ഒരു അനുഭവത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. എല്ലാം വിട്ടു പിരിഞ്ഞും എല്ലാം ആ നിന്നവർ സാധിച്ചും അപമാനവും ഏറ്റവും ഒറ്റപ്പെടലല്ല അനുഭവമൊക്കെ ഉണ്ടായി ഈ വേദപുസ്തകം പിടിച്ച് ഇറങ്ങി തിരിച്ചതിന് വേണ്ടിയാ. ഈ ഒരു അനുഭവത്തിന് വേണ്ടിയല്ലേ ഈ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോടുകൂടി എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്ന അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. ഈ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെങ്കിൽ എന്താ ഈ അനുഭവം? നമ്മുടെ കർത്താവായ യേശു ആലല്യ അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലെ യാഗമായി തീർന്നു. ആ അനുഭവത്തോടു കൂടി 3-ാം നാൾ ആലല്യ ഉയർത്തെഴുന്നേറ്റ് തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് കടന്നു പോയതുപോലെ ആ മഹത്വത്തോടെ അവൻ കടന്നു വരുമ്പോൾ സ്തോത്രം അവന്റെ പരിപാലനമായ ശരീരമായിരിക്കുന്ന ആ പരിശുദ്ധമായ ശരീരമായിരിക്കുന്ന അതേ അനുഭവത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന സ്തോത്രം. അതെങ്ങനെയാ രൂപാന്തരം ഉണ്ടാകുന്നത്? 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം എടുത്ത് വായിച്ചേ. 2 കൊരിന്ത്യർ 3:18 വായിച്ചേ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബമാക്കുന്നവരായി നാം എല്ലാവരും ആത്മാവെന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരം പ്രാപിക്കും. സ്തോത്രം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അവനായിരിക്കുന്ന അതേ പ്രതിമ എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിക്കുമെന്ന്. അതുകൊണ്ട് ഈ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരം പ്രാപിക്കുന്ന അനുഭവം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച. അപ്പൊ ഈ ലോകത്തിൽ എത്രയോ വലിയ ഭാഗ്യവന്മാരാണ്. എത്ര ഭാഗ്യവന്മാരാണ്. ഇതുപോലെ വേറൊരു ഏത് ജാതിയുണ്ട്, ഇതുപോലെ വേറൊരു ഏത് കൂട്ടമുണ്ട്. നമുക്ക് ഒരുപാട് അഭിമാനിക്കാനും ഒരുപാട് അവകാശം പറയാനും നമുക്കുണ്ട്. പലപ്പോഴും നാം അത് സ്വയം മറന്നു കളയാറുണ്ട്. സ്തോത്രം. അല്ലെ? അല്ലെങ്കിൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു, ഇത് നമുക്ക് സ്വന്തമല്ല. അല്ലെങ്കിൽ സ്തോത്രം നാം കർത്താവിനുള്ളവരാണ് എന്നിരിക്കെ ഇതാ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടുകൂടെ രൂപാന്തരപ്പെടുത്തുവാൻ അതേതനുഭവത്തിൽ അവനായിരിക്കുന്ന തേജസ്സിനെ തേജസ് പ്രാപിച്ചവരെ പോലെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോ പൗലോസ് പറയുന്നു, ഈ ശരീരം കൊണ്ട് ചെയ്യണം ദൈവത്തെ. ഈ ശരീരം കൊണ്ട് എങ്ങനെയാണ് മഹത്വപ്പെടുത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അല്ലെ? നമ്മൾ എത്ര നേരം ഇവിടെ നിന്ന് കൈകരിച്ച് പാടിയെങ്കിൽ ഈ ശരീരം കൊണ്ടല്ലേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അപ്പൊ ഈ ശരീരം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പിതാവായ ദൈവത്തിന് പൂർണ്ണമായ ഒരു മഹത്വം കൊടുക്കുവാൻ കഴിയുന്നത്? വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ വേദഭാഗമാണ് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യം വായിച്ചു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർമ്മിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ എങ്ങനെയാ? വിശുദ്ധിയും ജീവനും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി. അപ്പൊ ഈ ശരീരത്തിന് വിശുദ്ധിയും ജീവനും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെങ്കിൽ ഈ ശരീരത്തെ കുറിച്ചുള്ള ഈ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരണ്ടേ? എന്നിട്ട് ആലലിയ അപ്പോസ്തലനായ പൗലോസ് താഴെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. വായിച്ചാട്ടെ, ഈ ശരീരം കൊണ്ട് ഇനി എന്ത് ചെയ്യരുത്? അതിനോട് താഴെ വായിച്ചാട്ടമ്മ.
ഈ ലോകത്തിന് അനുരൂപരാകരുത്. കാരണം എന്താ? എബ്രാഹിം ലേഖനം പഠിക്കുമ്പോൾ 11-ാം അധ്യായം ഇങ്ങോട്ട് കടന്ന് അതിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ അത് വിശ്വാസ വീരന്മാരെ വലിയ പഞ്ചി കൊടുത്തിട്ട് പറയാ താഴെ ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു. അല്ലെ? ലോകം ആർക്ക് യോഗ്യമല്ലായിരുന്നു? നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് ലോകം യോഗ്യമല്ലായിരുന്നു. സാക്ഷാൽ നമ്മുടെ കർത്താവിനെ പോലും എന്തല്ലായിരുന്നു? ഈ ലോകം യോഗ്യമല്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മുടെ പൗരത്വം ഇവിടെയല്ല, അത് സ്വർഗത്തിലാ. സ്തോത്രം. നാം ഭൂമിയിലല്ല ചിന്തിക്കേണ്ടത്, പിന്നെയോ ഉയരത്തിലുള്ളതാ ചിന്തിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നാം അതിതാഴ്ചയുള്ള ശരീരം തന്റെ അതിന്റെ മഹത്വമുള്ള ശരീരമായി രൂപാന്തരം പ്രാപിക്കാനുള്ളത് കൊണ്ട്, അനുരൂപമായ രൂപാന്തരപ്പെടാനുള്ളത് കൊണ്ട് നാം ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യരുത്? ഈ ലോകത്തിന് അനുരൂപരാകരുത്. സ്തോത്രം. തേജസ് പ്രാപിച്ച് രൂപാന്തരം പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമ്മൾ നടക്കുവാനിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യരുത്? ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത്. നാളെ വായിച്ചാട്ടാ മോനെ. മനസ്സ് പുതുക്കുമെന്ന് രൂപാന്തരം പ്രാപിക്കും. സ്തോത്രം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം. പകൽക്കാലം അപ്രകാരം നമുക്കൊരു ആത്മാവിന്റെ ആലലിയ, ഒരു നല്ല ആലലിയ ചൈതന്യത്തോടും ആ ഒരു നിലവാരത്തിലേക്കും ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ ആലലിയ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശരീരം കൊണ്ട് ലോകത്തിന് അത് കളങ്കപ്പെട്ടു പോകാതെ, ഈ ശരീരം കൊണ്ട് ലോകത്തിന്റെ ദുർനടപ്പുകൾ അതിൽ അകപ്പെട്ടു പോകാതെ, ഈ ശരീരം കർത്താവിനുള്ളതെന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ ഈ താഴ്ചയുള്ള ശരീരം ഇനി തന്റെ മഹത്വമുള്ള ശരീരത്തോടുകൂടെ അനുരൂപമായ രൂപാന്തരം പ്രാപിക്കാനുള്ളത് കൊണ്ട് ഈ ശരീരം കൊണ്ട് ഈ ലോകത്തിന് അനുരൂപരായി തീരുമാൻ ആകാതെ കൊണ്ട് സ്തോത്രം മനസ്സ് പുതുക്കി ഇന്ന് പകൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ഒരു രൂപാന്തരം പ്രാപിക്കാം. സ്തോത്രം. തേജസ് പ്രാപിച്ചോ അല്ലിയ അവനോട് കൂടെ പാർക്കേണ്ടവരാ. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് മഹത്വം. അങ്ങനെയാണെങ്കിൽ ഈ തിരുവചനങ്ങളാ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സമയം തന്ന സമയോർത്ത് ചിന്തിക്കുന്നു. പ്രാർത്ഥന വിഷയമുണ്ട്. ദൈവമക്കള് പ്രാർത്ഥിക്കാം. എന്റെ വൈഫിന്റെ പേര് വിനി എന്നാണ്. എന്റെ മോന്റെ പേര് ഗായസ് എന്നാണ്. ഞങ്ങള് കൊല്ലത്ത് ആ തീരദേശ മത്സ്യത്തൊഴിലാളി മേഖലയിലാണ് ഞാൻ കർത്താവിന്റെ പേരുള്ള ബന്ധത്തിലായിരിക്കുന്നത്. ഞാൻ ചെന്നൈ ശുശ്രൂഷ വന്നപ്പോൾ എന്റെ മോന് ചർച്ച വെള്ളം വീണ് ഇവിടെയൊക്കെ വളരെ പൊള്ളിപ്പോയി. ഇവിടേക്ക് ഇച്ചിരി ദൈവകൃപയാൽ ഉണങ്ങി. ഇവിടെ ഇച്ചിരി അല്പമൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതിന് മരുന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം പൂർണ്ണ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്റെയും എന്റെ മോനെയും എന്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ കുടുംബമായി കൊല്ലത്ത് ചെയ്യുന്ന പട്ടണത്തിൽ ചെയ്യുന്ന ദൈവവേലയോർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിലേക്ക് പോകും.